നമസ്കാരം. മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുള്ളത്. മോഹൻലാലിന്റെ മാത്രമല്ല, വിസ്മയ മോഹൻലാലിന്റേതും പ്രണവ് മോഹൻലാലിന്റേതും സുചിത്രയുടേതും എല്ലാം വാർത്തകൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. കഴിഞ്ഞ ദിവസമായിരുന്നു വിസ്മയ മോഹൻലാലിന്റെ പിറന്നാൾ. മലയാള സിനിമ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിസ്മയ മോഹൻലാലിന്റെ ആദ്യ ചിത്രമായ തുടക്കം എന്ന പുതിയ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. മാത്രമല്ല, വിസ്മയുടേതായ പുതിയ അപ്ഡേഷൻസ് എല്ലാം തന്നെ ഇരു കൈ നീട്ടിയാണ് ആരാധകർ സ്വീകരിക്കുന്നത്. വിസ്മയുടെ ആദ്യ ചിത്രമായ തുടക്കം സംവിധാനം ചെയ്യുന്നത് ജൂഡ് ആന്റണി ജോസഫാണ്. മോഹൻലാലിന്റെ മകൾ വിസ്മയുടെ 34ാം ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ വർഷത്തെ ജന്മദിനം എന്തുകൊണ്ടും മായയെ സംബന്ധിച്ച് സ്പെഷ്യലാണ്. എന്തെന്നാൽ ഈ വർഷം മുതൽ വിസ്മയ മോഹൻലാലും മലയാള സിനിമയുടെ ഭാഗമാണ്. ഒരു നടിയായി അരങ്ങേറ്റം കുറിക്കുകയാണ്. സിനിമയിലേക്ക് തുടക്കം കുറിച്ച് മകൾക്ക് അച്ഛൻ മോഹൻലാലിന്റെ വക സ്പെഷ്യൽ പിറന്നാൾ ആശംസകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ മോഹൻലാലിന് പിന്നാലെ വിസ്മയ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫും രംഗത്തെത്തിയിരിക്കുകയാണ് പിറന്നാൾ ആശംസകളുമായി. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പാവം നടിയാണ് മായ എന്നാണ് ജൂഡ് ആന്റണി ജോസഫിന്റെ ഭാഷ്യം. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഡൗൺ ടു എർത്തായ സ്വീറ്റസ്റ്റ് പാവത്താനായ നടിക്ക് പിറന്നാൾ ആശംസകൾ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ജൂഡ് ആന്റണിയുടെ പോസ്റ്റ്. അതിപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. വിസ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ആശംസിച്ച് ഒരു പോസ്റ്ററും ഇറക്കിയിട്ടുണ്ട്. തുടക്കം എന്നാണ് വിസ്മയുടെ പേര്. ഇതൊരു മികച്ച തുടക്കമാവട്ടെ എന്ന ആശംസകളോടെയും പ്രാർത്ഥനകളോടെയുമാണ് തുടക്കത്തിന് തുടക്കം കുറിച്ചത്. ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇതിനോടകം സെറ്റിൽ മനോഹരമായ നിമിഷങ്ങൾ പലതും ജൂഡ് ആന്റണി ജോസഫ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. സെറ്റിൽ എല്ലാവരോടും അടുത്തിടപഴകിയും കളിയും ചിരിയുമായൊക്കെയായി വിസ്മയ സിനിമ സെറ്റ് വളരെ ആസ്വദിച്ചു എന്ന് ഫോട്ടോകളിൽ വ്യക്തമാണ്. അച്ഛൻ ലോകം അറിയപ്പെടുന്ന ഇതിഹാസ നടനായിട്ട് പോലും ഒരു സിനിമ പരിപാടികളിലോ അവാർഡ് ഷോകളിലോ ഒന്നും തന്നെ വിസ്മയോ പ്രണവോ പങ്കെടുത്തിരുന്നില്ല. തന്റെ യാത്രകൾക്ക് വേണ്ടിയുള്ള കാശിന് വേണ്ടിയാണ് പ്രണവ് അഭിനയ ലോകത്തേക്ക് വന്നത്. എന്നാൽ ഇതുവരെ യാത്രയും വായനയും എഴുത്തും ക്ലേയാട്ടും ആയോധന കലകളും ഒക്കെയായി നടന്ന വിസ്മയ ശരിക്കും സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹത്തോടെ തന്നെയാണ് ഇൻഡസ്ട്രിയിലേക്ക് എത്തിയത്. അതേസമയം മകൾക്ക് സ്പെഷ്യൽ പിറന്നാൾ ആശംസകളുമായാണ് അച്ഛൻ മോഹൻലാലും കഴിഞ്ഞ ദിവസം എത്തിയത്. മായയുടെ മനോഹരമായ ഒരു ചിത്രത്തിനൊപ്പമാണ് മോഹൻലാലിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ പ്രിയപ്പെട്ട മായക്കുട്ടി, ഈ വർഷം നിന്റെ മനോഹരമായ ഒരു തുടക്കം അടയാളപ്പെടുത്തും. പുതിയ സ്വപ്നങ്ങൾ രൂപം കൊള്ളുന്നു. സിനിമയിലെ നിന്റെ യാത്ര തുറക്കപ്പെടുന്നു. നിന്റെ പാഷനോടും ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നീ കാണിക്കുന്ന ധൈര്യവും എനിക്ക് അഭിമാനം തോന്നുന്ന ഒന്നാണ്. നിന്റെ വെളിച്ചം ലോകം കാണാൻ പോകുന്ന ഒരു വർഷമാണിത്. സ്നേഹത്തോടെ അച്ഛൻ എന്നാണ് മോഹൻലാലിന്റെ പോസ്റ്റ്. അതെ, 2026-ൽ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയത്തിൽ തുടക്കം കുറിക്കുകയാണ്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയുടെ തുടക്കം. ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. സിനിമയുടേതായി ഇതുവരെ പുറത്തുവന്ന പോസ്റ്ററുകളെല്ലാം പ്രതീക്ഷ നിലനിർത്തുന്നതായിരുന്നു. വിസ്മയ ശരിക്കും വിസ്മയിപ്പിച്ചു എന്നാണ് ആരാധകരും പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ യാത്രകളിലും എഴുത്തിലും വരകളിലും ആയോധന കലകളിലും എല്ലാം താല്പര്യം കാണിച്ചിരുന്ന മായ പെട്ടെന്നാണ് തനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം അമ്മയോട് പറയുന്നത്. അമ്മ വഴി അത് അച്ഛനിലെത്തി. മക്കൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമല്ലോ. അവർക്ക് നമ്മളല്ലേ ഉള്ളൂ എന്ന നിലയിൽ മോഹൻലാൽ തന്റെ സ്വാധീനം ഉപയോഗിച്ച് അതിനുള്ള ശ്രമങ്ങളും തുടങ്ങി. അതിനു മുൻപ് സിനിമ എന്ന ലോകം വലിയൊരു കടലാണെന്ന് മോളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്തു. പ്രൊഡക്ഷൻ എന്തായാലും ആന്റണി പെരുമ്പാവൂരാണെന്ന് തീരുമാനിച്ചതാണ്. ജൂഡ് ആന്റണിയെ വിളിച്ച് പറ്റിയ ഒരു കഥയുമായി വരാൻ പറഞ്ഞു. മായയുടെ തുടക്കത്തിന് ഒരു ഓപ്പൺ ഡേറ്റ് കിട്ടിയ ജൂഡ് അതിൽ പ്രവർത്തിക്കാനും തുടങ്ങി. അവസാനം തുടക്കത്തിന് തുടക്കമായി. ഇതുവരെ ക്യാമറയ്ക്ക് മുന്നിൽ വരികയോ സംസാരിക്കുകയോ ചെയ്യാത്ത വിസ്മയുടെ ബിഗ് സ്ക്രീൻ അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. എന്തായാലും മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലിന്റെ മക്കളായ പ്രണവും വിസ്മയും ഒന്നിച്ചുള്ള യാത്രകളുടെ ചിത്രങ്ങളും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പ്രണവിനൊപ്പം സഹോദരി വിസ്മയും ചേർന്നതോടെ ആരാധകർക്കും ഇത് ഇരട്ട സന്തോഷമായിരുന്നു. ശ്രീലങ്കയിലെ മനോഹരമായ കടൽ തീരങ്ങളിൽ അവധി ആഘോഷിച്ച ഈ സഹോദരങ്ങളുടെ ചിത്രങ്ങൾ ചർച്ചയായിരുന്നു. യാത്രകളെയും പ്രകൃതിയെയും അരങ്ങേറ്റം സ്നേഹിക്കുന്ന പ്രണവ് ഇത്തവണ വിസ്മയ്ക്കൊപ്പമാണ് ശ്രീലങ്കയുടെ ഭംഗി ആസ്വദിക്കുന്നത്. കടൽ തീരത്തെ പ്രശാന്തമായ നിമിഷങ്ങളും കോഫിയും പ്രകൃതിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കോർത്തിണക്കുന്നതാണ് വിസ്മയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ ഒരു മരത്തിന് മുകളിൽ അനായാസമായി കയറി നിൽക്കുന്ന പ്രണവിന്റെ ചിത്രവും കാണാം. ഇത്രയും കാലം എഴുത്തിന്റെയും വരകളുടെയും ലോകത്തായിരുന്നു വിസ്മയ. ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന തന്റെ കവിതാ സംഹാരത്തിലൂടെ വിസ്മയ നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതിനു പുറമെ തായ് ആയോധന കലയും വിസ്മയ്ക്ക് വലിയ താല്പര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ അച്ഛന്റെയും ചേട്ടന്റെയും പാത പിന്തുടർന്നാണ് വിസ്മയ വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. ആരാധകരുടെ പ്രിയപ്പെട്ട സ്റ്റാർ സിബ്ലിംഗ്സ് ആണ് പ്രണവും വിസ്മയും. തനിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പ്രണവ് സഹോദരിക്കൊപ്പം സമയം ചെലവഴിക്കുന്നത് കാണുന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ. വിസ്മയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പുറത്തുവന്ന ഈ ചിത്രങ്ങൾ നിമിഷങ്ങൾക്കകം വൈറലായി മാറി. എന്തായാലും അച്ഛനമ്മമാരുടെ പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വരാൻ സാധ്യതയില്ലാത്ത താരപുത്രിമാരിൽ ഒരാളായിരുന്നു വിസ്മയ. ചേട്ടൻ പ്രണവ് മോഹൻലാലിനെ പോലെ യാത്രകളോടും പുസ്തകങ്ങളോടും ഒക്കെയായിരുന്നു വിസ്മയ്ക്ക് താല്പര്യം.
ഒരു പൊതുപരിപാടികളിലും ചടങ്ങുകളിലും പങ്കെടുക്കാത്ത വിസ്മയും പ്രണവും എന്നും ലാൽ ഫാൻസിന് ഒരു കൗതുകം തന്നെയാണ്. അച്ഛന്റെ സ്റ്റാർഡത്തിൽ അറിയപ്പെടാൻ താല്പര്യമില്ല എന്നാണ് രണ്ടുപേരുടെയും നിലപാട്. സോഷ്യൽ മീഡിയയിൽ പോലും രണ്ടുപേരും ആക്റ്റീവ് ആയിരുന്നില്ല. ഇപ്പോൾ വിസ്മയ കൂടുതൽ ഫോട്ടോകളും വിശേഷങ്ങളും എല്ലാം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെക്കുന്നുണ്ടെങ്കിലും കമന്റ് ബോക്സ് ഓഫ് ആയിരുന്നു. സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്കൊന്നും ആക്റ്റീവ് അല്ലാത്ത ആളായിരുന്നു മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ. വല്ലപ്പോഴും മാത്രമാണ് ഒരു ഫോട്ടോ പങ്കുവയ്ക്കുന്നത്. അതും സ്വന്തം ഫോട്ടോ പങ്കുവയ്ക്കുന്നത് വളരെ വിരളമാണ്. തന്റെ യാത്രകളുടെയും താൻ വരച്ച ചിത്രങ്ങളുടെയും കടലിന്റെയും കാടിന്റെയും കിളികളുടെയും ഒക്കെ ഫോട്ടോകളാണ് കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത്. എന്നാലും ഇപ്പോൾ പഴയതുപോലെയല്ല. ഒരു നടി എന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദി ഉണർന്നതുകൊണ്ടാണോ എന്തോ വിസ്മയ മോഹൻലാൽ ഇപ്പോൾ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. മനോഹരമായ ഒരു ഡിന്നർ നൈറ്റ് കഴിഞ്ഞതിനെ കുറിച്ചായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള പോസ്റ്റ്. അതിനുശേഷം ഒരു പെറ്റ് ഡോഗിനൊപ്പമുള്ള മനോഹരമായ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയും ഫോട്ടോയും വിസ്മയ പങ്കുവച്ചിരുന്നു. ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്.